ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻറ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മധുര ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഇങ്ങോട്ട് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ വന്ദേ ഭാരതിനോട് വന്നിട്ട് കുറച്ചേരം ഈ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ സമാധാനമായിട്ട് ഇരുന്നു. കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. സമയം ഏകദേശം 11:45. നമ്മുടെ ട്രെയിന് ഇവിടെ നിന്ന് 12:10 പക്ഷേ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ യാത്ര എന്ന് പറയുന്നത് 16101 ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ്സിനാണ്. നമ്മുടെ വണ്ടി 16101 ആണ് പറഞ്ഞുള്ളൂ. അതിൻ്റെയാണ് അനൗൺസ്മെൻറ്റ്. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് വയ ചെങ്കോട്ടൈ. ട്വൽവ് hours 10 minutes പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്ന അനൗൺസ്മെൻറ്റ് ഉണ്ട്. അതിനെപ്പറ്റി ഇതുവരെ അനൗൺസ്മെൻറ്റ് ഇല്ലാന്ന് പറഞ്ഞു തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും കറക്റ്റ് അനൗൺസ്മെൻ്റ് ഒന്നും. ഈ കിടക്കുന്ന ട്രെയിൻ, ഈ പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്ന ട്രെയിൻ മധുരൈ ഹസ്രത്ത് നിസാമുദ്ദീനാണ്. എനിക്കൊന്ന് തമിഴ്നാട് സമ്പർക്രാന്തിയാണെന്ന് തോന്നുന്നത്. എൻ്റെ ടിക്കറ്റ് B1 ഈ ടിക്കറ്റ് ആക്ച്വലി കറണ്ട് റിസർവേഷനിലാണ് എടുത്തത്. എനിക്ക് തിരുവനന്തപുരത്തേക്കാണ് ശരിക്കും പോകേണ്ടത്. അപ്പോൾ ഞാൻ ഒറിജിനലി പ്ലാൻ ചെയ്യേണ്ടത് മധുരൈ പുനലൂർ എക്സ്പ്രസ്സിനാണ്. പക്ഷേ മധുരൈ പുനലൂർ എക്സ്പ്രസ്സിന് ഭയങ്കര വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു. ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനായപ്പോൾ ഞാൻ പിന്നെ ഈ ട്രെയിന് കറണ്ട് റിസർവേഷൻ ഓപ്പൺ ആയപ്പോൾ ഈ ട്രെയിനിന് കൊല്ലത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തു. എൻ്റെ കൊല്ലത്തുനിന്ന് വഞ്ചിനാട് എക്സ്പ്രസ്സിന് വരെ തിരുവനന്തപുരം പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ നമ്മുടെ മധുരൈ പുനലൂർ എക്സ്പ്രസ് ചാർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കറണ്ട് അവൈലബിലിറ്റി തന്നെ 8-9 സീറ്റ് ബാക്കിയാണ്. കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ പോയിട്ട് വഞ്ചിനാടിന് കയറി ട്രിവാൻഡ്രം പോവാം. കാര്യം എന്തായാലും ട്രിവാൻഡ്രത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 12 മണിക്ക് അത് ഓപ്പൺ ആവുള്ളൂ. ഞാൻ പുനലൂർ എക്സ്പ്രസ്സിന് പോയിരുന്നു. ഞാൻ 6:30 ട്രിവാൻഡ്രം എത്തിയേനെ. ഹോട്ടലിൽ കയറാനും പറ്റില്ലായിരുന്നു. ഇതാകുമ്പോൾ ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചെല്ലുള്ളൂ. നമുക്ക് കറക്റ്റായിട്ട് ഹോട്ടലിൽ കയറുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്നത്തെ യാത്രയിൽ ഇവിടെ നിന്നുള്ള ഡിപ്പാർച്ചർ ചെങ്കോട്ടയിൽ ബാങ്കർ അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വെളുക്കുന്ന അവിടെ മുതൽ കൊല്ലം വരെ, പിന്നെ കൊല്ലത്തുനിന്ന് വഞ്ചിനാട് എക്സ്പ്രസ്സിലത്തെ യാത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജംഗ്ഷൻ 12:15 പ്ലാറ്റ്ഫോം നമ്പർ 3 पर आने की संभावना है. സമയം ഇപ്പോൾ 12:01 നമ്മുടെ ട്രെയിൻ 12:15 എത്തുന്ന അവർ അനൗൺസ് ചെയ്തു. 12:10 ആയിരുന്നു ടൈം. 5 മിനിറ്റ് ലേറ്റ് ആണെന്ന് ഉറപ്പിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 2 നിലവിൽ കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ സ്ക്രീൻസിൽ TV BPL എന്ന് മാത്രം എഴുതി കാണിക്കുന്നുണ്ട്. വേറെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. എനിക്കത് ലോഡ് ആവുന്നുള്ളൂന്ന് തോന്നുന്നു. ലോഡായി കാണിക്കുമായിരിക്കും. കാണിച്ചു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ പോയി നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ എൻ്റെ സീറ്റ് B1 കറണ്ട് റിസർവേഷനിൽ എടുത്തതാണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് അങ്ങ് എടുക്കുക എന്ന് മാത്രം ഉണ്ടായിരുന്നു നമുക്ക് ഓപ്ഷൻ. നമുക്കുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു. ഒരു വണ്ടി കയറി വരുന്നുണ്ട് മധുരൈ ജംഗ്ഷനിലേക്ക്. ലൈറ്റ് കാണാനുണ്ട്. പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടില്ല എന്തായാലും. ഇതിപ്പോൾ വാപ്പ് 4 ഹൗൾഡാണ്. വാപ്പ് 4 അങ്ങ് കൊല്ലം വരെ ഇപ്പോൾ ത്രൂ ഹൗൾഡാണ്. പണ്ട് ഇതിന് വാപ്പ് 4 വിരുദനഗറിൽ വെച്ച് ലോക്കോ ചേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ലോക്കോ ചേഞ്ച് ഒന്നുമില്ല, ത്രൂ അങ്ങ് പോകും. ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് ഇന്ന് ചെന്നൈ എഗ്മോർ എന്ന് വന്ന വൈഗൈ എക്സ്പ്രസ് ആണ്. റേക്ക് ഇതുവരെ യാർഡിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇനി ഇന്ന് മെയിൻ്റനൻസ് ഇല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനുള്ളിൽ യാർഡിൽ പോകേണ്ടതാണ്. ഇതുവരെ യാർഡിൽ പോയിട്ടില്ല. കാര്യം നാളെ രാവിലെ 6:45 തിരിച്ചും പോകേണ്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ യാർഡിൽ പോയാൽ മെയിൻ്റനൻസ് വെച്ച് തിരിച്ചു വരാനുള്ള സമയമില്ല. അസാധ്യ ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ചെങ്കോട്ടയിൽ ബാങ്കർ അറ്റാച്ച്മെൻ്റ് കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ ഉറങ്ങിപ്പോയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ എക്സിക്യൂട്ടീവ് ലൗഞ്ചിൽ പോയിട്ട് റിക്ലൈനർ എടുത്ത് ഇത് തന്നെ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ ഉറങ്ങി. ഒരു വാപ്പ് 7 പോലെ ഉണ്ടല്ലോ ഇന്നും. വാപ്പ് 7 അല്ല, വാപ്പ് 4 തന്നെയാണ്. താഴെ ഹെഡ് ലാമ്പുള്ള ടൈപ്പ് വാപ്പ് 4 ആണ്. ഈറോഡ് ഷെഡിൻ്റെ 22371 EDDX തന്നെയാണ്. 22371 ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് 16101 ആണ് നമ്മുടെ ട്രെയിൻ. ഇത് CVC റേക്കുള്ള ട്രെയിനാണ്. ഇത് പണ്ട് നമ്മൾ ഞാൻ ഈ ട്രെയിനിന് മുമ്പേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അന്നത് സാധാരണ റേക്കായിരുന്നു. ഇപ്പോൾ CVC റേക്കാണ്. ഇതാണ് നമ്മുടെ കോച്ച് B1 026135C. സീറ്റ് നമ്പർ 43 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതാണ് വണ്ടി. ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ്. അതൊക്കെ വണ്ടി നിന്നിട്ട് നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം.
നമ്മളിത് ഇപ്പോൾ ആവണീശ്വരം എത്തിക്കഴിഞ്ഞു. ഞാൻ ചെങ്കോട്ട കാണിക്കണമെന്ന് ചോദിച്ചു, നടന്നില്ല. അറ്റ്ലീസ്റ്റ് പുനലൂരിലെ ബാങ്കറിലൊക്കെ ഡിറ്റാച്ച്മെൻറ്റ് പിടിക്കണം എന്ന് ചോദിച്ചു, നടന്നില്ല, ഉറങ്ങിപ്പോയി. ഇപ്പോൾ നമ്മൾ ആവണീശ്വരം സ്റ്റേഷനിലെത്തി കഴിഞ്ഞു. ആക്ച്വലി മധുരയിൽ നിന്ന് ഡിപ്പാർച്ചർ എടുക്കാൻ പറ്റില്ല. കാര്യം മധുരയിൽ നിന്ന് ഞാൻ അകത്ത് കയറി ബാഗൊക്കെ വെച്ചൊന്ന് സെറ്റിലാകുമ്പോഴേക്കും വണ്ടി എടുത്തു. വണ്ടി വളരെ പെട്ടെന്ന് ഡിപ്പാർട്ട് ചെയ്തു. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, ചെങ്കോട്ടത്തും പിടിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ചെങ്കോട്ടത്തും എൻ്റെ ബർത്തിന് താഴെണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ചെങ്കോട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ ഞാനിടയ്ക്ക് വന്നപ്പോൾ അവരൊക്കെ ഇറങ്ങാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്ന് കണ്ടടച്ച് ഉറക്കുമ്പോഴേക്കും വണ്ടി ചെങ്കോട്ട കഴിഞ്ഞ് കാട്ടിലേക്ക് കയറി കഴിഞ്ഞു. പുനലൂർ അതുപോലെ. അപ്പോൾ ആവണീശ്വരം കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊട്ടാരക്കരയിലാണ്. സമയം 6:15. ജസ്റ്റ് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് കൊട്ടാരക്കരയിലോട്ട് എത്തുന്നു. കൊട്ടാരക്കരയിൽ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊണ്ടുവന്ന് കയറ്റി. സമയം 6:16. സ്റ്റാർട്ടറായി കഴിഞ്ഞു. പച്ച മെയിൻ ലൈൻ ഡിപ്പാർച്ചറിൻ്റെ ഗ്രീൻ സിഗ്നൽ ആയിട്ടിരിക്കുന്നത്. നമ്മളങ്ങനെ കൊട്ടാരക്കരയിൽ നിന്ന് എടുത്തു. ഇനി കഷ്ടിച്ചൊരു 20 കിലോമീറ്റർ കൂടെ എടുക്കും കൊല്ലത്തേക്ക്. 7 മണിയാണ് കൊല്ലം ടൈം. അതിനൊക്കെ മുമ്പ് എന്തെങ്കിലും കയറി ചെല്ലും. ഇത് കുണ്ടറ ഈസ്റ്റ് സ്റ്റേഷനാണ്. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പില്ല. കുണ്ടറ പൂർവ്, കുണ്ടറ ഈസ്റ്റ്. ഈ പ്രദേശത്ത് നല്ല കുറേ വീടുകളുണ്ട്. നല്ല ഭംഗിയുള്ള കുറച്ച് വീടുകൾ ഈ പ്രദേശത്തുണ്ടാവും. ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിപ്പോഴും മധുര ഡിവിഷനിലാട്ടോ.
നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മധുര ഡിവിഷൻ ലിമിറ്റ്സിലാണ്. നമ്മൾ മധുര വിട്ടപ്പോൾ മധുര ഡിവിഷൻ ലിമിറ്റ് തന്നെയാണ്. നമ്മൾ കൊല്ലത്തിന് ജസ്റ്റ് തൊട്ട് മുമ്പാണ് നമ്മൾ മധുര ഡിവിഷനിൽ നിന്ന് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കുണ്ടറയിലേക്ക് തിരിക്കണം. ഇവിടെയൊക്കെ തന്നെ പ്ലാറ്റ്ഫോമിന് നീളം കുറവാട്ടോ. എനിക്ക് നോക്കാൻ ലോക്കോ അങ്ങ് ഫ്രണ്ടിലെ ബോർഡ് ലോക്കോ പോയിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ലാസ്റ്റ് കോച്ചിൻ്റെ അങ്ങേയറ്റത്താണ് താനും. ഇവിടെയൊക്കെ കോച്ചുകൾക്ക് അല്ല പ്ലാറ്റ്ഫോമുകൾക്ക് ലെങ്ത്ത് കുറവാണ്. ഇത് 18 കോച്ചുള്ള ട്രെയിനാണത്. എനിക്ക് സ്റ്റേഷൻ ബിൽഡിങ്ങുള്ളത് ഇപ്പുറത്തെ സൈഡിലാണ്. ഇപ്പുറത്താണ് സ്റ്റേഷൻ ബിൽഡിംഗ് ഉള്ളത്. നമ്മൾ മെയിൻ ലൈൻ ഡിപ്പാർച്ചറാണ്. നമുക്ക് പച്ച സിഗ്നലാണ്. ഈ റൂട്ടിൽ പൊതുവെ ലൂപ്പ് ലൈൻ നല്ല ലെങ്ത് ഉണ്ട്, പക്ഷേ പ്ലാറ്റ്ഫോമിന് നീളമില്ല. ഇതാണ് കുണ്ടറ സ്റ്റേഷൻ ബിൽഡിങ്. ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാറ്റ്ഫോമിന് നീളം തീരെ കുറവാണ്. അപ്പുറത്തെ കോച്ചുകളുടെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അപ്പുറത്തെ കോച്ച് പൊസിഷൻ എഴുതി വെച്ചിരിക്കുന്നതിലും ഇത് പഴയ സ്റ്റേഷൻ ബിൽഡിങ്ങാണ്. കോച്ച് പൊസിഷൻ എഴുതി കഴിഞ്ഞാൽ 16, 17 18 എത്തിയപ്പോഴേക്കും പ്ലാറ്റ്ഫോം തീർന്നു. 18 കോച്ചുകളുടെ ലെങ്ത്തേ ഉള്ളൂ. ലൂപ്പിന് ലെങ്ത് ഉണ്ടാവും. അവിടെ പ്ലാറ്റ്ഫോമിൽ നീളം കൂട്ടുന്നതിന് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ലൂപ്പിന് നല്ല ലെങ്ത് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുനലൂർ കൊല്ലം മെയിൻ റോഡാണ്. പുനലൂർ കൊല്ലം സ്റ്റേറ്റ് ഹൈവേ എന്ന് തോന്നുന്നു. അത് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ആണ് റോഡിനോട് ചേർന്ന് കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയർ. ഞാൻ അപ്പർ ബർത്തിലായിരുന്നു ഇന്നലെ. വിൻഡോ ഉണ്ടോ? വിൻഡോ നല്ല ഹെവിലി ടിൻറ്റഡ് വിൻഡോ ആണ് കേട്ടോ. ഹെവി ടിൻറ്റാണിത്. പഴയ ICF കോച്ചുകൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ നമ്മൾ കൊല്ലത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏകദേശം തിരുവല്ലൂർ സ്ഥലത്താണ്. കിളികൊല്ലൂർ സ്റ്റേഷൻ. ഈ കിളികൊല്ലൂർ സ്റ്റേഷൻ ഒരു കൊല്ലം ടൗൺ സ്റ്റേഷനെ വളർത്തണം എന്ന് ഇവിടുത്തെ യാത്രക്കാർക്ക് ഡിമാൻഡുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം ഭാഗത്തുനിന്നുള്ള ട്രെയിനുകൾക്ക് ഈ ലൈനിലോട്ട് കാരണം റിവേഴ്സിലുണ്ടല്ലോ. അപ്പോൾ റിവേഴ്സിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ബൈപ്പാസ് ലൈൻ പണിത് കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ ഇതിനെ കൊല്ലം ടൗൺ ആക്കാം എന്നൊരു പ്രപ്പോസലുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ ലൈന്. അതായത് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മെയിൻ ലൈന്. ഈ ലെവൽ ക്രോസ് ആർക്ക് കഴിയില്ലാന്ന് അറിയില്ല. തിരുവനന്തപുരം ഡിവിഷനാണോ മധുര ഡിവിഷനാണോ എന്നറിയില്ല. നമ്മളിപ്പോഴും മധുര ഡിവിഷൻ തന്നെ. നമ്മളിതുവരെ തിരുവനന്തപുരം ഡിവിഷനോട് കയറിയിട്ടില്ല.
വാപ് 737563 വയനാട് എക്സ്പ്രസ് ആയിരുന്നു. നമ്മളിത് ഇവിടെ വെച്ചാണ് തിരുവനന്തപുരം ഡിവിഷനിലേക്ക് കയറുന്നത്. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് കയറുന്നു. നമ്മുടെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെ, അതായത് പ്ലാറ്റ്ഫോം നമ്പർ 1A ആണെന്ന് തോന്നുന്നു അതിൻ്റെ നമ്പർ. ഇങ്ങേറ്റത്തുള്ള പുതിയ പ്ലാറ്റ്ഫോം, അതിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സമയത്ത് ഇവിടുന്ന് മറ്റേ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. അതിനങ്ങ് പോയാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ എന്തായാലും വഞ്ചിരന്ന് ടിക്കറ്റ് റിസർവ് ചെയ്ത് പോയി. അത് AC ചേർക്കാനാണ് റിസർവ് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് വഞ്ചിനാട് വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിലും വഞ്ചിനാട് നമുക്ക് നല്ലത്, കാരണം 12 മണിയാണ് ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം. നമ്മൾ ഒരുപാട് നേരത്തെ തന്നാലും അത് റൂം തരില്ല, പിന്നെ അവിടെ അത്ര നേരം തിരികേണ്ടി വരും. ഇനി 2 ദിവസം ഞാൻ ട്രിവാൻഡ്രത്തൊരു ഒഫീഷ്യൽ വർക്കിന് വേണ്ടി വന്നതാണ്. ഈ ട്രിപ്പ് തീർന്ന് നേരെ ട്രിവാൻഡ്രത്തേക്ക് വന്ന് കയറാമെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. നമ്മളിത് ജസ്റ്റ് കൊല്ലം ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6:49, ഏകദേശം 11 മിനിറ്റോളം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്കങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തി. 6:51 ആയപ്പോഴേക്കും ഞാൻ ബാഗ് എടുത്ത് പുറത്തെത്തി കഴിഞ്ഞു. 6:49 ഒരു 6:50 നിർത്തിയിട്ടുണ്ടാവുമായിരിക്കും. എന്ന് തുടങ്ങിയ വണ്ടി ബിഫോർ ടൈമാണ്, ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഇവിടെ WDP 4D കിടക്കുന്നുണ്ട്, 40243. ഇപ്പം എൻ്റെ അറിവിൽ ഈ റൂട്ടിൽ ഡീസൽ ലിങ്കൊന്നും ബാക്കിയില്ല, എല്ലാം ഇലക്ട്രിക്കായി. ഇപ്പോൾ ഇതെന്തിനിവിടെ വന്നാന്നറിയില്ല. മെമു ഷെഡിൻ്റെ വർക്കൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചത്. അതായത് മെമു ഷെഡിൻ്റെ പുതിയ പിറ്റ് ലൈന്. കുറച്ച് പേരും ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ ഏറ്റവും വരെ പിറ്റ് ലൈനുണ്ട്. ഇതിന് 16 കോച്ചിൻ്റെ മെമു ഷെഡാവുകയാണ്. ഇവിടെ ഇപ്പോൾ ജനശതാബ്ദി വരുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. മലബാർ എക്സ്പ്രസ്സും കയറി വരുന്നുണ്ടെന്ന്. നമുക്കിത് രണ്ടും കണ്ടിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ചിട്ട് വരാം. ഇതോടെ ജനശതാബ്ദി കയറി വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി കുറച്ചൊരു മുന്നോട്ടാണ് വന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു അടിപൊളി വിഷ്വലാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും തിരിച്ചു വന്നു. സൺറൈസായി വരുന്നത് കണ്ട് നല്ല ഗോൾഡൻ കളറായിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഞാനൊരു പിക്ക് എടുക്കാൻ വേണ്ടി മാത്രം തിരിച്ച് ഇങ്ങോട്ട് നടന്നു വന്നതാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇപ്പം എന്തായാലും നമ്മുടെ മലബാറിനെ കൊണ്ട് ഇവിടുന്ന് പിടിച്ചിട്ടങ്ങ് പോകാം. അപ്പോൾ ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് എത്തിയിരിക്കുകയാണ്. ഈറോഡ് ഡീസൽ ഷെഡിൻ്റെ വാപ് 42259 ആണ് ഇന്നത്തെ ലോക്കോ. നല്ല LED ഹെഡ് ലാംപ്സൊക്കെ ഉള്ള ലോക്കോ ആണ്. ഈ ട്രെയിനിന് ഇതുവരെ LHB കിട്ടിയിട്ടില്ല. ഈ ട്രെയിനിന് ഉടനെ LHB കിട്ടുമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ 12677 അലോട്ട് ചെയ്ത് 2 റേക്കും, അതുപോലെ 12081 അലോട്ട് ചെയ്ത് 1 റേക്ക്, 3 റേക്ക് സദൺ റെയിൽവേ കിട്ടിയായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ അടിച്ചു മാറ്റി നമ്മുടെ 12081 കൊടുത്തു. പിന്നെ 2 റേക്ക് ബാക്കി ഉണ്ടായിരുന്നതിൽ രണ്ടും കോയമ്പത്തൂർ ഡിപ്പോ അടിച്ചുകൊണ്ട് പോയി. ഒരെണ്ണം അവരെ മയിലാടുതുറ ജനശതാബ്ദി കൊടുത്തു, മറ്റേത് തിരുപ്പതി ഇൻ്റർസിറ്റിക്കും കൊടുത്തു. അതെങ്കിലും നമുക്ക് പിടിച്ചു വെച്ച് ഇവിടെ 12075 എങ്കിലും അപ്ഗ്രേഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ നിന്ന് മലബാർ കയറി വന്നു, 22852 EDDX മലബാർ എക്സ്പ്രസ്. ഇതൊന്നും കിട്ടുന്നത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. കിട്ടുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് കയറി പോകുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇതൊരു 9 മണിയൊക്കെ ആകുമ്പോൾ ട്രിവാൻഡ്രത്തേന്. ഈ പറഞ്ഞ പോലെ 10 മണിക്ക് നമ്മൾ നേരത്തെ എത്തിനും കാര്യമില്ല. ഹോട്ടൽ 12 മണിക്കല്ലേ കിട്ടുള്ളൂ. ഇതായിരുന്നു നമ്മളിങ്ങോട്ട് കൊണ്ടുവന്ന ട്രെയിനിൻ്റെ ലോക്കോ 2237 EDDXൻ്റെ. ഇത് നോർത്തിൽ നിന്ന് എവിടെ നിന്നും ട്രാൻസ്ഫർ വന്ന ലോക്കോ ഒന്ന് കണ്ടിട്ട്. ഇതാണ് മെമു ഷെഡിന് ഇങ്ങേയുണ്ട്. ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ ഒന്നും പോസിബിൾ അല്ല. ഇവിടെ ഓൾറെഡി ഇങ്ങനെ അറ്റം വരെ പണിതിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് എക്സ്റ്റൻഷൻ അങ്ങേ എൻഡിലോട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. കൊല്ലം സ്റ്റേഷൻ പൊളിച്ചു പണിയാണ്. പഴയ ബിൽഡിംഗ് പൊളിച്ചു തുടങ്ങി. പഴയ ബിൽഡിംഗ് അകത്ത് പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ നിന്നുള്ളത് മുഴുവൻ പൊളിച്ചു കഴിഞ്ഞു ഏകദേശം. ഇപ്പുറത്തെ സൈഡ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇപ്പുറത്തെ കൂടെ ഒരു ടെമ്പററി എൻട്രൻസ് എക്സിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ടെമ്പററി ഉണ്ടാക്കിയിരിക്കുന്ന ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ഒരു ഷെഡ് പണിതതിനകത്ത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് കൊല്ലത്തെ പുതിയ സ്റ്റേഷൻ കെട്ടിടം പണി നടക്കുന്നത്. ഇപ്പോഴത്തെ കൂടെ ഒരു എൻട്രൻസ് കൂടെ ഉണ്ട്. അപ്പുറത്താണ് പഴയ ബിൽഡിംഗ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ, നേരത്തെ കണ്ട് ഷെഡുണ്ട്, പിന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഞാൻ ഈ ഓപ്പോസിറ്റുള്ള ഉടുപ്പീസിലെ വരെ ഫുഡ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു. ഈ ഡെലിവറി കഴിച്ചത് അതിലെന്തോ നല്ലതും ചീത്തയും. അപ്പോൾ നമുക്ക് തിരിച്ച് പ്ലാറ്റ്ഫോമിലോട്ട് കയറിയേക്കാം. ഇങ്ങനെ ഏകദേശം 1 മണിക്കൂറും കൂടി ഉണ്ട് നമ്മുടെ ട്രെയിൻ വരാൻ. 8:30 നമ്മൾ ട്രെയിൻ വരുള്ളൂ. ഇപ്പോൾ ഇവിടെ വെയിറ്റിംഗ് റൂം അതെല്ലാം പൊളിച്ചു കളഞ്ഞു. ഫോൺ ചാർജ് ചെയ്യണമായിരുന്നു ചേർന്ന് നോക്കാൻ. നമുക്ക് എവിടെയെങ്കിലും പ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ താഴെ പോയിരിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ സൈഡ് കൂടെ വന്ന് പ്ലാറ്റ്ഫോമിലോട്ട് കയറി. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ പുനലൂർ കന്യാകുമാരി പാസഞ്ചർ വരാനുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻട്രസിറ്റി, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി വരിക. ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് കയറിയതും ഒരു വാപ്പ്4 ഹോളിൽ ട്രെയിൻ കയറി വന്നു. EDDXൻ്റെ 22990 ആണ് ലോക്കോ. എനിക്കൊന്ന് പരശുരാം എക്സ്പ്രസ് ആയിരിക്കണം. അതെ, പരശുരാം എക്സ്പ്രസ് ആണിത്. ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ പുതിയ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുനലൂർ കന്യാകുമാരി പാസഞ്ചർ എന്നുള്ള തിരക്കാണ് ഈ കാണുന്നത്. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി എടുക്കുന്നില്ല. ഒരു വാപ്പ്1 ആണ് ലോക്കോ. ട്രെയിൻ ജസ്റ്റ് കയറി വന്ന് 22026 വാപ്പ്1 EDDXൻ്റെ. നല്ല ക്ഷീണം കാരണം ഇരുന്ന് പോയതാട്ടോ. കന്യാകുമാരി പാസഞ്ചറിന് തൊട്ടപ്പുറത്തെ കൂടെ രപ്തിസാഗർ കയറി വരുന്നുണ്ട്. വേറെ വഴിയില്ല, ഇങ്ങനെ കവർ ചെയ്ത് വെച്ചത്. 37646 ലോയപുരത്തിൻ്റെ ലോക്കമാണ്. കൊച്ചുവേളി ഖരഗ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ് ആണത്. ശബരി എക്സ്പ്രസ് ആണ്. എല്ലാം കൂടെ 3118 വാഗണൈനാണ് ശബരി എക്സ്പ്രസ്. ഏപ്രിൽ മാസം മുതൽ ഏപ്രിൽ പകുതിയോടുകൂടി ഇതിന് LHB കോച്ചുകൾ കിട്ടും. ട്രെയിൻ നമ്പർ 17229 തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം പാലക്കാട് ജംഗ്ഷൻ വഴി സെക്കന്ദരാബാദ് വരെ പോകുന്ന തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കോട്ടയം പാലക്കാട് കോക്കർ സെക്കന്ദരാബാദ് ജനുവരി ശബരി എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2 पर खड़ी है. Your attention please. Train number 16315 മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ് ആണ്. Express via Kottayam Palakkad is at Kollam Junction. Platform number 2. 1 മണിക്കൂറിന് മേലെ വൈകി ഓടുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ്. ലാലാഗുഡയുടെ 30691 പൂനെ ജംഗ്ഷൻ കന്യാകുമാരി ജയന്തി ജനത എക്സ്പ്രസ്. ജയന്തി ജനത ജസ്റ്റ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മധുരൈ പുനലൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. ഇതിനായിരുന്നു ശരിക്കും നമ്മൾ ഒറിജിനലി ട്രാവൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ടിക്കറ്റ് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മറ്റേ കൊല്ലം എക്സ്പ്രസ്സിന് എനിക്ക് കറണ്ട് റിസർവേഷനിൽ ടിക്കറ്റ് കിട്ടിയത്. ഞാൻ പെട്ടെന്ന് അതിലേക്ക് മാറ്റി. 2278 അരക്കോണം ട്രെയിൻ നമ്പർ 16729 മധുരയിൽ നിന്നും പുനലൂർ വരെ പോകുന്ന മധുരൈ പുനലൂർ എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 16729 मदुरई से पुनलूर तक जाने वाली मदुरई पुनलूर एक्सप्रेस कोल्लम जंक्शन प्लेटफॉर्म नंबर 2 पर आ रही है. നമ്മുടെ അടുത്ത ട്രെയിനായ വഞ്ചിനാട് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 1 കയറി വരുന്നു. ഇതിന് മുമ്പ് പോകേണ്ട ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഇതുവരെ പോയിട്ടില്ല. ഇനി വഴിയിലിട്ട് അവൻ നമ്മളെ ഓവർടേക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് നമ്മൾ തിരുവനന്തപുരം വരെ ആദ്യം പോകുന്നറിയില്ല. കാര്യം ശരിക്കും ആദ്യം തിരുവനന്തപുരത്ത് എത്തേണ്ടത് ഇൻ്റർസിറ്റിയാണ്. നമ്മളത് കഴിഞ്ഞിട്ടാണ് എത്തേണ്ടത്. അപ്പോൾ എന്താണ് ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.
കോച്ച് പൊസിഷൻ 19 എന്നാണ് കാണിച്ചത്. AC ചെയർക്കാറിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കണ്ട് ഇതിനകത്തൊരു ജനശതാബ്ദി കോച്ച് കയറിയിട്ടുണ്ട്. അണ്ടർസൗഡ് ആയിട്ട് ഓടുന്നത് 106621 അണ്ടർസൗഡ് കോച്ചായിട്ടാണ് ഓടുന്നത്. ഇവിടെ കോച്ച് പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ്, കോച്ച് പൊസിഷൻ ബോർഡുകളൊന്നും മര്യാദയ്ക്ക് വെച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഗസ് വർക്കിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ഞാൻ. പണിപാളിയും തോന്നുന്നു. പണിപ്പാളി ചെറുതായിട്ട് നോടേണ്ടി വന്നു. ഇതാണ് നമ്മുടെ കോച്ച്. സീറ്റ് നമ്പർ 48 എൻ്റെ. 106156 കയറിയേക്കാം. ഇന്നോൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നമ്മൾ ജസ്റ്റ് കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു. സമയം 8:39. പരവൂർ കായലാണ്. പരവൂർ കായൽ. ജസ്റ്റ് പരവൂർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. പരവൂർ സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വർക്കല, പിന്നെ ചറവറാന്ന് കുറേ സ്റ്റോപ്പുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പുകൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്കൊന്ന് ഇൻ്റർസിറ്റിയെക്കാട്ടും സ്റ്റോപ്പ് കുറവ് ഇതിനാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ പരവൂർ സ്റ്റേഷനിലേക്ക് എത്തി. നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയാണ്. ഇന്ന് കാര്യമായിട്ട് തിരക്കൊന്നും കയറിയില്ല കേട്ടോ. നമ്മുടെ കോച്ചിലോട്ട് ആരും കയറിയില്ല. ഫ്രണ്ടിലത്തെ കോച്ചിലോട്ട് അങ്ങനെ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഇതാണ് പരവൂർ സ്റ്റേഷൻ ബിൽഡിംഗ്. അപ്പോൾ അങ്ങനെ പരവൂർ കഴിഞ്ഞു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വർക്കലയിലാണ്. നമ്മൾ വർക്കലയിലേക്ക് എത്തി. എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് എൻ്റെ ചെരുപ്പ് വീണ് പോയതാണ്. അതുകൊണ്ട് ചെരുപ്പ് മര്യാദയ്ക്ക് കെട്ടിയിട്ടുണ്ട്. ഞാൻ ചെരുപ്പ് കെട്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും ഒന്ന് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് കയറാം. സമയം 9:05. നമ്മളങ്ങനെ വർക്കലയിലെത്തി. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ച് 106156. ഇതാണ് അപ്പുറത്തെ സൈഡ്. എല്ലാ പ്ലാറ്റ്ഫോം നമ്പർ 1 ലൂപ്പ് ക്ലോസ് ചെയ്ത് അവിടെ എന്തോ വർക്കാണ് കൊണ്ടിരിക്കുന്നത്. JCB കാലത്ത് എന്തൊക്കെ പണിയുന്നുണ്ട് അവിടെ. കുറച്ച് നേരം ഇനിയിപ്പോൾ ഇവിടെ അടുത്ത സ്റ്റോപ്പിലുകൊണ്ടിരിക്കുന്നത് നേത്രാവതി മാത്രമേ ഉള്ളൂ തോന്നുന്നു. അമൃത് ഭാരത് വർക്കാണ് കണ്ട്. സ്റ്റേഷൻ ബിൽഡിംഗ് പുതിയത് പണിയുന്നത് കാണാം. ആ കുഞ്ഞ് വീടിൻ്റെ മുന്നൊരു ബോർഡ് റീഡെവലപ്മെൻറ്റ് ഓഫ് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ സൈറ്റ് ഓഫീസ്. നമ്മളങ്ങനെ വർക്കലയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്.
നമുക്ക് പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ മറ്റേ അമൃത് ഭാരത് വർക്കിൻ്റെ പ്രോഗ്രസ് ഒന്ന് നോക്കിയേക്കാം. ഇതാണ് ഇപ്പോഴുള്ള സ്റ്റേഷൻ ബിൽഡിങ്. ഈ ബിൽഡിങ്ങും പൊളിക്കും തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ ഫ്രണ്ടൊക്കെ ബാരിക്കേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അണ്ടർ കൺസ്ട്രക്ഷൻ പുതിയ ബിൽഡിങ്. നമ്മൾ അടുത്ത സ്റ്റോപ്പ് കടക്കാവൂരിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ട്രെയിനിന് സ്റ്റോപ്പിൽ വർക്കല കഴിഞ്ഞ് പിന്നെ കടക്കാവൂർ, ചിറയൻകീഴ്, കഴക്കൂട്ടം, പിന്നെ തിരുവനന്തപുരം പേട്ട ഉണ്ടെന്ന് തോന്നുന്നു. പേട്ട പിന്നെ തിരുവനന്തപുരം സെൻട്രലാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മൾ കടക്കാവൂരിലേക്കെത്തി. കാര്യമായിട്ട് യാത്രക്കാരൊന്നും കയറാനില്ല. ഈ വണ്ടി സാധാരണ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ വണ്ടി നിറച്ച ആളുണ്ടാവും. കാര്യം ഇത് ഓഫീസിലോട്ട് പോകുന്ന ആൾക്കാരുടെ പ്രിയപ്പെട്ടൊരു വണ്ടിയാണ്. ഇന്നിപ്പോൾ ഒരു അവധി ദിവസമായതുകൊണ്ട് കാര്യമായിട്ട് ആരും കയറാനും ഇറങ്ങാനൊന്നുമില്ല. അപ്പം അങ്ങനെ കടക്കാവൂരെന്ന് പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പായി ചിറയൻകീഴ് സ്റ്റേഷനിലേക്ക് ജസ്റ്റ് 3 കിലോമീറ്റർ ദൂരമുള്ളൂ. ഇതാണ് സ്റ്റേഷൻ കെട്ടിടം. പഴയൊരു ബിൽഡിങ്ങാണ്. നാഗർകോവിൽ കൊല്ലം പാസഞ്ചറാണ് പോയത്. ബേസിക്കലി കോയമ്പത്തൂർ നാഗർകോവിൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ റേക്കാണത്. ആ റേക്ക് ഉപയോഗിച്ചുള്ള നാഗർകോവിൽ കൊല്ലം പാസഞ്ചറാണ് ആണ് പോയത്.
നമ്മൾ ചിറയൻകീഴ് സ്റ്റേഷനിലേക്ക് എത്തി. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ് എൻ്റെ അറിവില്ല. അലൈറ്റ് ഹിയർ ഫോർ സായി ഗ്രാമം. എൻ്റെ അറിവിൽ ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഹോൾട്ട് സ്റ്റേഷനാണ്. സമയം ഇപ്പോൾ 9:20. അപ്പുറത്തെ സൈഡിലൊരു നല്ലൊരു സ്റ്റേഷൻ കെട്ടിടമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഹോൾട്ട് സ്റ്റേഷനാണ്. ഇതൊന്ന് പണ്ട് കാലത്ത് സിംഗിൾ ലൈൻ ആയിരുന്നു. ഇപ്പോൾ ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. എന്നാലും പുതിയ പ്ലാറ്റ്ഫോം അപ്ഗ്രഡേഷനൊക്കെ ചെയ്ത് പുതിയ ഇൻഡിക്കേറ്റർ സൈൻ ബോർഡ്സൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇവരാണ് ശരിക്കും ഇന്ത്യൻ റെയിൽവേ സേഫായിട്ട് ഓടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവർ. 9:22 ചിറയൻകീഴിൽ നിന്നും പുറപ്പെട്ടു. ഇവിടെ അലൈറ്റ് ഹിയർ ഫോർ ശാർക്കര ദേവി ടെമ്പിൾ എന്നൊരു ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ശാർക്കര ടെമ്പിൾ ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. മുംബൈക്കുള്ള ഗരീബ് രഥ് എക്സ്പ്രസ് ആയിരുന്നു. ഒരു വാപ്പ് 5 ആയിരുന്നു. ജസ്റ്റ് മിസ്. മുടക്കുമ്പുഴ സ്റ്റേഷനാണ്. അതായത് ഗരീബ് ഞാൻ വേരസ്മ ട്രെയിൻ നോക്കുമ്പോൾ കഴക്കൂട്ടം വിട്ടിട്ടേ ഉള്ളൂ എന്നാണ് കാണിച്ചത്. അപ്പോൾ സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ നിൽക്കുകയായിരുന്നു. പക്ഷേ അണിഞ്ഞെത്തി. എല്ലാ ക്രോസിംഗെല്ലാം നമുക്ക് ഒരു ട്രിപ്പ് കിട്ടാവും. അങ്ങനെ ആശ്വസിക്കാം. ഇറ്റാർസിയുടെ വെബ്സൈറ്റായിരുന്നു നേത്രാവതി എക്സ്പ്രസ് വഴി. നമ്മൾ ജസ്റ്റ് കഴക്കൂട്ടത്തേക്ക് കയറാൻ പറ്റും. അതിന് വേണ്ടി സ്ലോ ഡൗൺ ചെയ്താണ്. ഇവിടെ സാധാരണ അപ്പുറത്തെ സൈഡിൽ ലൂപ്പ് ലൈനിലെ മാവേലിയുടെ ഏതിനെങ്കിലും റേക്ക് കൊണ്ടുവന്നിടാറുണ്ട്. ഇന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. ഇതാണ് പ്ലാറ്റ്ഫോം സൈഡ്. ബസ്സിലടിച്ചപ്പോൾ നമ്മൾ പോയി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇൻ്റർസിറ്റിക്ക് വേണ്ടി നമ്മൾ പിടിച്ചിടുമെന്ന്. പിടിച്ചിട്ടില്ല. ഇതാണ് പ്ലാറ്റ്ഫോം സൈഡ്. ഇവിടെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്, നമ്മുടെ കോച്ചിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതാണ് കഴക്കൂട്ടം സ്റ്റേഷൻ ബിൽഡിംഗ്. വളരെ ചെറിയൊരു ബിൽഡിംഗാണ്.
അപ്പുറത്തെ സൈഡിൽ അസഹനീയ വെയിൽ സഹിക്കാൻ ഏതെങ്കിലും ഇപ്പുറത്തോട്ടിങ്ങ് വന്നു. ഇത് കഴക്കൂടത്തെ FCA കൂടാണ് കാണുന്നത്. കൊച്ചുവേളി അഥവാ തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിൽ കാണാം. ഓപ്പോസിറ്റ് സൈഡിൽ അനന്തപുരി വരുന്നുണ്ട്. അതിന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഡബിൾ 2729 ആയിരുന്നു ലോക്കോ. അത് ചെന്നൈ എഗ്മോർ കൊല്ലം അനന്തപുരി എക്സ്പ്രസ് ആണ്. അനന്തപുരി എക്സ്പ്രസ് ആണ് ഇന്ന് ചെന്നൈ എഗ്മോറിൽ നിന്നും കൊല്ലത്തിനും ഇടയ്ക്കുള്ള ചെന്നൈ എഗ്മോറിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള ഫാസ്റ്റസ്റ്റ് ട്രെയിൻ. കുറച്ച് ഏതൊരു ടെസ്റ്റിംഗ് ആണ്. തിരുവനന്തപുരം എയർപോർട്ട് ഇത്ര കിട്ടുന്നുണ്ട്. ട്രാക്ക് എക്സാക്ട്ലി പാരലായിട്ടല്ല പോകുന്നത്. അലൈൻമെൻറ്റ് ശകലം വ്യത്യാസമുണ്ട്. തിരുവനന്തപുരം പേട്ട സ്റ്റേഷൻ. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. Light here for RCC Sri Chitra and Medical College. അങ്ങനെ ഇൻ്റർസിറ്റി നമ്മൾ ഓവർടേക്കൊന്നും ചെയ്തില്ല. ഇൻ്റർസിറ്റിക്ക് നമ്മൾ തേപ്പ് കിട്ടാണ്ട് നമ്മൾ നേരെ ഇങ്ങ് പോന്നു. ഇൻ്റർസിറ്റി നമ്മൾ പുറകെ തന്നെ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനോട് വരാൻ പോവാണ്. നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലോട്ട് കയറുകയാണ്. അതുപോലെ ഞാൻ ഏത് സൈഡിൽ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പ്ലാറ്റ്ഫോം. ഇന്നിപ്പോൾ നമ്മൾ 4ലേക്കാണ് ചെല്ലുന്നത്. ഞാൻ 5 പ്രതീക്ഷിച്ചത്, പക്ഷെ നമ്മൾ 4ലേക്കാണ് ചെല്ലുന്നത്. 4 റൈറ്റ് സൈഡിലാണ്. ഈ റോഡിന് 2285 കണ്ണിട്ട് വേറെ എവിടെ നിന്ന് ട്രാൻസ്ഫർ ആകുന്ന ലോക്ക് പോലുണ്ട്. കണ്ണിട്ട് ബറോഡയെന്നോ ഇറ്റാർസിനോ ട്രാൻസ്ഫർ ആകുന്ന ലോക്കാണ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 9:54. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം അങ്ങാടിപ്പുറത്തു നിന്ന് തുടങ്ങിയ യാത്ര നമ്മൾ എന്താ പറയുക ബാംഗ്ലൂർ, മധുരൈ, പുനലൂർ, കൊല്ലം വഴി ഞായറാഴ്ച രാവിലെ നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ AC കോച്ചാണ് റിസർവ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം AC യാത്ര ചെയ്തില്ല. ജസ്റ്റ് കോച്ചൊക്കെ കാലിയായി. നമുക്ക് ഇപ്പോൾ ബാഗ് എടുത്തിറങ്ങാം. അപ്പോൾ പിന്നെ നമുക്കെന്നാൽ പതുക്കെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയേക്കാം. ബാഗൊക്കെ എടുത്തു. 9:56. ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ
റെയിൽവേ സ്റ്റേഷൻ. പ്ലാറ്റ്ഫോം നമ്പർ 4ലേക്കാണ് നമ്മൾ വന്നത്. ട്രെയിനിൻ്റെ ബോർഡിൻ്റെ ഒരു പിക്കും കൂടെ എടുത്തിട്ട് നമുക്ക് പതുക്കെ പോവാം. ഇതാണ് നമ്മളിവിടെ എത്തിച്ച വഞ്ചിനാടു എക്സ്പ്രസ്. എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് തുടങ്ങാം. will leave from Trivandrum Central, platform number 2 at 11. കയറി വരുന്നു ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അരക്കോണത്തിന് 22659 ലോക്കോ. ഇത് ശരിക്കും വഞ്ചിനാട് മുന്നേ ഇവിടെ വരേണ്ട വണ്ടിയായിരുന്നു, പക്ഷേ ഇനി വൻ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് വഞ്ചിനാട് ആദ്യം പോകുന്നു. ഇതേ ട്രെയിൻ കുറച്ച് കഴിഞ്ഞാൽ ഒരു 11:30 ആകുമ്പോൾ ഇവിടുന്ന് ട്രിച്ചി ഇൻ്റർസിറ്റി ആയിട്ട് പോകും. നമ്മൾ ഗുരുവായൂർ തിരുവനന്തപുരം ട്രിച്ചി രണ്ടും നമ്മൾ നമ്മുടെ ചാനലിൽ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ അടിപൊളി വീഡിയോസാണ് വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തുന്നതോടുകൂടി നമ്മളൊരു ലോങ് യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇത് 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങാടിപ്പുറത്തുനിന്ന് ബാംഗ്ലൂരിലേക്കും, ബാംഗ്ലൂരിൽ നിന്ന് മധുരയിലേക്കും, മധുരയിൽ നിന്ന് ഇങ്ങോട്ടും, അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഉണ്ടായിരുന്നത്. നിങ്ങൾ 3 പാർട്സും കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നിരിക്കുന്നു. എങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ പിന്നീടൊരിക്കൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻസ്, സജഷൻസ് എല്ലാം രേഖപ്പെടുത്തുക. നമുക്കതൊക്കെ വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴിയും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നമുക്കെന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാം. സോ ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you later in another video. Until then, bye bye.